എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ലൈഫിൽ ഒരു പ്രധാനപ്പെട്ട ദിവസമാണത്. അങ്ങനെ നമ്മളത് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ, എടപ്പള്ളിക്ക് മെട്രോയിലേക്ക്. ഷിജുവിൻ്റെ വൈഫും ഞാനും കൂടി മെട്രോ കയറി നേരെ എടപ്പള്ളിക്ക് പോവുക. കാരണം ഞാൻ മുമ്പ് ഒരു കാർ എടുത്ത് പിന്നെ അത് കൊടുക്കേണ്ടി വന്നു. ഇപ്പം എന്തോ ഒരു നിയോഗം പോലെ വീണ്ടും ഒരു കാർ എടുക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ എടപ്പള്ളി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി നേരെ നമ്മൾ സായിലേക്കാണ് പോകുന്നത്. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. എന്തായാലും നല്ലൊരു എന്താ പറയുക, നമ്മൾ ഇങ്ങനത്തെ ഒരു മൊമെൻറ്റ്സ് കിട്ടാനൊക്കെ ഒത്തിരി കഷ്ടപ്പെടണം. അല്ലെങ്കിൽ അത്രയ്ക്കും എല്ലാം ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട്, എല്ലാ ദൈവാധീനം കൊണ്ടൊക്കെ എല്ലാം ഭംഗിയായി. അങ്ങനെ ഞങ്ങൾ എക്സ്ട്രേറ്റർ താഴേക്കാണ് ഇറങ്ങുന്നത്. അമ്മുന് ഇതിൽ കയറാൻ പേടിയായതുകൊണ്ട് സ്റ്റെപ്പ് വഴിയാണ് വന്നത്. അങ്ങനെ നമ്മുടെ ഷോറൂമിലെത്തി. എത്തിയപാടെ നമ്മൾ അവിടുത്തെ കുറച്ച് പേപ്പേഴ്സ് സൈൻ ചെയ്യാനും അതിൻ്റെ പ്രൊസീജിയറൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ദേ കിടക്കുന്നത് നമ്മുടെ മുതൽ. ഇതാണ് നമ്മുടെ പുതിയ വാഗണർ CNG പെട്രോള്. നമ്മൾ വണ്ടി രജിസ്റ്റർ പറവൂർ RTOയുടെ അണ്ടറിലാണ് കേട്ടോ. KL 42X 8280. നമ്പറൊന്നും നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചതല്ല, ഒരു തനിയെ കിട്ടിയതാണ്. അപ്പം ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ നിങ്ങളെല്ലാവരും ഐശ്വര്യമായിട്ട് കൂടെ ഉണ്ടാകണം. മനസ്സിൽ പ്രാർത്ഥിച്ച് വണ്ടി മുന്നോട്ടെടുത്തു. വണ്ടി അങ്ങനെ ഡെലിവറി ചെയ്തു കേട്ടോ. അങ്ങനെ റൗണ്ട് കറങ്ങി വീണ്ടും തിരിച്ച് ഷോറൂമിൽ തന്നെ വന്ന് പിന്നെ അവിടെ കുറച്ച് പ്രൊസീജിയറൊക്കെ ബാക്കിയുണ്ടല്ലോ, അതെല്ലാം തീർക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ അതിനുശേഷം താക്കോൽ ദാനം അങ്ങനെയുള്ള കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ, നമുക്കതിലേക്ക് പോവാം. വണ്ടിയെടുത്ത് നമ്മൾ നേരെ പോയത് പലർപാടത്ത് പള്ളിയിലാണ് കേട്ടോ. അവിടെ പോയി അച്ഛനെ കണ്ട് വണ്ടിയൊക്കെ വെഞ്ചരിച്ചു. ഏകദേശം രാത്രി ആകുന്നേരം ഏകദേശം 7 മണി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെഞ്ചരിപ്പൊക്കെ കഴിഞ്ഞ് മാതാവിനെ പ്രാർത്ഥിച്ച് നേർച്ച കേട്ടിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് ബാക്ക് ടു ഹോം. പിറ്റേ ദിവസം രാവിലെ തന്നെ എടപ്പള്ളി പള്ളിയിലേക്ക് പോയത്. കാരണം വണ്ടി എടുത്ത് അന്ന് അവിടെ പോയപ്പം അച്ഛനുണ്ടായില്ല. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന പള്ളികളിൽ ഒന്നാണ് എടപ്പള്ളി പള്ളി. അപ്പോൾ അവിടെ ചെന്ന് പുണ്യാളെ കണ്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹം മേടിച്ച് അവിടുന്ന് വണ്ടി വെഞ്ചരിച്ചു. അതിനുശേഷം തിരികെ കത്തിച്ച് നേരെ നമ്മൾ വീണ്ടും എന്താ പറയുക, ഇനി കുറേ വർക്കുകൾ പെൻഡിങ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്യാൻ വേണ്ടി പോകാൻ നിൽക്കുക. അവിടെ നിന്ന് നമ്മൾ നേരെ തമ്മനത്ത് പുതിയ റോട്ടിലുള്ള നമ്മുടെ ഫ്രണ്ടിൻ്റെ സ്റ്റിക്കർ വർക്ക് ചെയ്യുന്ന കടയിലാണ് വന്നത് കേട്ടോ, ഓർബിറ്റ് ഗ്രാഫിക്സ്. അവിടെ എല്ലാ പരിപാടിയും ചെയ്യും. ഫ്ലെക്സ് ബോർഡ്, ഓയിൽ പെയിൻറ്റിങ്, അതുപോലെ എല്ലാ പരിപാടിയും ഉണ്ട് കേട്ടോ. തമ്മനത്ത് പലരിടത്തു നിന്നും തമ്മനത്തേക്ക് പോകുന്ന പള്ളിനടയിലാണ്. അങ്ങനെ വണ്ടിയുടെ നമ്പറൊക്കെ 2 സൈഡ് ഒട്ടിക്കാനുള്ള വേണ്ടി നമ്പറൊക്കെ എടുത്തു. വളരെ ഭംഗിയായിട്ട് 2 സൈഡ് നമ്പറൊക്കെ അടിച്ചു. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ കുറച്ച് സ്റ്റിക്കർ വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതും ഈ കൂടെ തന്നെ നമ്മൾ തന്നെ അത് ഓരോരോ ഡിസൈൻ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ച് അതെല്ലാം അധികം വൃത്തികേടാവാത്ത രീതിയിൽ, ചെറിയ രീതിയിൽ കാണാൻ ഭംഗി വേണം. അതിനനുസരിച്ച് നമ്മൾ ആ സ്റ്റിക്കർ വർക്കൊക്കെ ഇവിടെ നിന്നാണ് ചെയ്തത് കേട്ടോ. വളരെ വലിയ കത്തി റേറ്റൊന്നും മേടിക്കാറില്ല, മാന്യമായ റേറ്റേ മേടിക്കാറുള്ളൂ. അപ്പോൾ വണ്ടിയുടെ പേര് നമ്മളങ്ങ് ലൈഫ് ഓഫ് ജോജോ എന്നാണ് ഇട്ടിരിക്കുന്നത്. അത് ഫ്രണ്ട് ഗ്ലാസ്സിൽ അകത്ത് വെച്ച് കൊടുത്തു. അപ്പോൾ പേരിട്ടപ്പോഴേക്കും മഴ പെയ്തു. നല്ലൊരു ലക്ഷണമല്ലേ. അപ്പോൾ ആ മഴ കഴിയാൻ വേണ്ടി വീണ്ടും വെയിറ്റ് ചെയ്തു. മഴ മാറാതെ ഇനി ബാക്കി പണി ചെയ്യാൻ പറ്റില്ല കേട്ടോ. പേര് ലൈഫ് ഓഫ് ജോജോ. അങ്ങനെ 2 സൈഡ് നമ്മൾ മറ്റുള്ള സ്റ്റിക്കർ വർക്കും
എല്ലാം ചെയ്ത് അടുത്ത ഇത് കഴിഞ്ഞാൽ പിന്നെ നേരെ നമുക്ക് സീറ്റ് ഫ്ലോർ മാറ്റ് ചെയ്യാവുന്ന ബിജോട്ടിൻ്റെ അടുത്തേക്കാണ് പോകേണ്ടത്. ഏകദേശം ബാക്കിൽ മഗ്നിഫിക്കാത്ത് മാതാവിന് സ്തുതി. അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഭംഗിയായി. അടുത്തത് നമ്മൾ ഫ്ലോർ മാറ്റ് ചെയ്യാൻ വേണ്ടി ബിജോട്ടിൻ്റെ അടുത്തേക്ക് പോകാം. ഉച്ച സമയമായതുകൊണ്ട് ഞാനും ഷിജുവും കൂടി പപ്പടംസിൽ പോയി നല്ല അടിപൊളി മീൽസ് കഴിച്ചിട്ടോ. കടവന്ത്ര ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് ലെഫ്റ്റ് സൈഡിലാണ് ഈ കട. നല്ല ഫുഡാണ്. നല്ല ഫുഡ് എന്ന് പറഞ്ഞാൽ പോലെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എന്തായാലും നല്ല ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ബീച്ചിൻ്റെ അടുത്തേക്ക് പോയി. അങ്ങനെ നമ്മൾ ഫ്ലോറൊക്കെ നല്ല ഭംഗിയായിട്ട് ഫ്ലോർ മാറ്റ് ചെയ്തു. സീറ്റൊക്കെ അഴിച്ചിട്ട് വീണ്ടും സീറ്റ് റീസെറ്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത് സെറ്റ് ഫിറ്റ് ചെയ്യണം. അതിന് വേണ്ടി ബീച്ചോടെ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജെയിംസേൻ്റെ കടയിലേക്കാണ് പോയത്. വൈറ്റില ഹബിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ജെയിംസേൻ്റെ ഈ ഷോപ്പുള്ളത്. അമ്പലത്തിനോട് ചേർന്നാണ്. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ വീണ്ടും 4 സ്പീക്കറും 9 ഇഞ്ച് സിസ്റ്റം എല്ലാം ഫിറ്റ് ചെയ്തു. റിവേഴ്സ് ക്യാമറ, ബ്ലൂടൂത്ത് മൈക്ക്, അങ്ങനെ നമ്മളെല്ലാം ഫിറ്റ് ചെയ്തു. നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ താങ്ക് യു. ഒത്തിരി സന്തോഷം. സപ്പോർട്ട് ചെയ്യുക, കൂടെ ഉണ്ടാവണം കേട്ടോ. അപ്പം ഇനി അങ്ങോട്ട് എല്ലാം ഐശ്വര്യമായിട്ട് ഉണ്ടാവട്ടെ എന്ന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. കൂടെ ഞാനും. ബൈ.